السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്ത അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾക്കുള്ള ഒരു പ്രയാസമാണ്. ധാരാളം ബിസിനസ്മാൻമാർ, ധാരാളം ബിസിനസ് ചെയ്യുന്ന ആളുകൾ, കച്ചവടം ചെയ്യുന്ന ആളുകൾ, പല ജാതി മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പ്രയാസമാണ് തങ്ങളെ മറ്റുള്ളവൻ്റെ ശത്രുത. വല്ലാതെ എനിക്ക് മറ്റുള്ളവൻ്റെ ഒരു ശത്രുതയുണ്ട്, മറ്റുള്ളവൻ്റെ അസൂയയോടുള്ള ഒരു പെരുമാറ്റം, ഒരു നോട്ടം എൻ്റെ മേലിലുണ്ട്. മറ്റുള്ളവൻ്റെ കണ്ണേറിൽ നിന്ന് സംരക്ഷിക്കാൻ, മറ്റുള്ളവൻ്റെ അസൂയയോടുള്ള നോട്ടത്തിൽ നിന്ന് സംരക്ഷിക്കാൻ, എൻ്റെ ബിസിനസ്സിനെയും എന്നെയും എൻ്റെ കുടുംബത്തെയും മറ്റുള്ളവൻ്റെ അസൂയയോടുള്ള പെരുമാറ്റം, അസൂയയോടുള്ള നോട്ടം, കണ്ണേറ് പോലുള്ളതെന്ന് തടഞ്ഞു നിർത്താൻ ഞാൻ എന്താണ് തങ്ങളെ ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ഓതേണ്ടത്? ഞാൻ ഏത് അമലാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ സയ്യിദിയ മജ്ലിസ് കാണുന്ന ഈ കുടുംബം, ഇതിൻ്റെ മുഹിബ്ബീങ്ങൾ, ധാരാളം ആളുകൾ എൻ്റെ ഫോണുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ് ഈ വിഷയം. അസൂയാളുക്കളുടെ ശത്രുതയിലുള്ള നോട്ടത്തിൽ നിന്നും, അസൂയാളുക്കളുടെ പെരുമാറ്റത്തിൽ നിന്നും, ശത്രുവിൽ നിന്നും കാവല് നേടാൻ ബിസിനസ്മാൻമാർ, കച്ചവടം നടത്തുന്ന ആളുകൾ, നല്ല ഐശ്വര്യമായ കാറുള്ള ആളുകൾ, നല്ല വണ്ടി വാങ്ങി, നല്ലൊരു കാറ് വാങ്ങി ഉസ്താദേ, മറ്റുള്ളവൻ്റെ അസൂയ എപ്പോഴും ഇത് കംപ്ലൈൻ്റ് ആണ്, ഇതെപ്പോഴും വർക്ക്ഷോപ്പിലാണ്, ഇതെപ്പോഴും കംപ്ലൈൻ്റ് ആണ്, മറ്റുള്ളവൻ്റെ അസൂയയോടുള്ള നോട്ടമുണ്ട്, ഒരു പെരുമാറ്റം ഉണ്ട് തങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ. നല്ലൊരു വീടെടുത്ത്, ചെറിയൊരു വീട്ടിലായിരുന്നു അവൻ, വിദേശത്ത് പോയി നയിച്ച് ചോര നീരാക്കിയ തൻ്റെ സമ്പാദ്യം കൊണ്ട് ഒരു സ്വപ്ന തുല്യമായൊരു വീടെടുത്ത് ആ വീട്ടിലേക്ക് കയറുമ്പോഴത്തിന് പ്രയാസങ്ങൾ, മറ്റുള്ളവൻ്റെ അസൂയയോടുള്ള പെരുമാറ്റം, നോട്ടം. എന്നാ അവൻ വലുതായത്? അവനെ ഞമ്മക്കറിയാലോ, അവൻ എന്നാ വലുതായത് എന്ന് ഞമ്മക്കറിയാലോ എന്ന് പറയുന്ന നാട്ടിലും, ചർച്ച ചെയ്യുന്ന ഏത് നാട്ടിലും അത്രക്കാരുണ്ടാവും, അത്തരം ആളുകളുണ്ടാകും. അത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. അത്രം ഏത് നാട്ടിലായിക്കോട്ടെ അത്രം ഇങ്ങനെ കുശുമ്പും കുന്നായ്മയും പോരായ്മയും പറയുന്ന ധാരാളം ആളുകളുണ്ടാകും. അവരിൽ നിന്നും ഒരു സംരക്ഷണം, ഒരു കാവല് നൽകാൻ ഞാൻ എന്താണ് സ്ഥിരമാക്കേണ്ടത് തങ്ങളെ? ഞാൻ എന്താണ് സ്ഥിരമായി ഓതേണ്ടത് എന്ന് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് വിളിച്ച്, എന്നിലേക്ക് വിളിച്ച് ചോദിക്കുന്ന, മെസ്സേജ് അയക്കുന്ന, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്. മറ്റുള്ളവൻ്റെ അസൂയയോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് ഒരു കാവൽ, പടച്ച റബ്ബിൻ്റെ ഒരു കാവൽ എനിക്ക് ലഭിക്കണം. എൻ്റെ ബിസിനസ് റാഹത്തായി പോയതായിരുന്നു തങ്ങളെ, മൊത്തം ഡല്ലാണ്. ധാരാളം കസ്റ്റമേഴ്സും ധാരാളം ബിസിനസ് നടന്ന ഒരു സമ്പ്രദായമായിരുന്നു എൻ്റെ സമ്പ്രദായം. ധാരാളമായി ബിസിനസ് നടന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ മോശമാണ്, വളരെ ഡല്ലാണ്. അതിൻ്റെ ഗ്രാഫ്, ബിസിനസ്സിൻ്റെ ഓരോ മാസം എടുത്തു നോക്കുമ്പോഴും അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇതിന് ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? ഇതിന് ഞാൻ എന്താണ് പതിവാക്കേണ്ടത് എന്ന് ചോദിച്ച ആളുകളുണ്ട്. അങ്ങനെ ധാരാളം മേഖലകളിൽ, കച്ചവടമായിരിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, വാഹനമായിരിക്കോട്ടെ, കെട്ടിടമായിക്കോട്ടെ, ഭവനമായിരിക്കോട്ടെ, അതിനൊക്കെ ഒരു അസൂയയോടുള്ള നോട്ടത്തിൽ നിന്നും ഒരു കാവല് നേടാൻ ഞാൻ എന്താണ് പതിവാക്കേണ്ടത്? വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു അമലാണ്. നമ്മളൊക്കെ പതിവാക്കുന്ന ഒരു സൂറത്താണ്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൊരു മഹത്തായ ഒരു സൂറത്താണ് ഞാൻ ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു അമലായി പറയാൻ പോകുന്നത്.
ഇത്തരം പ്രയാസങ്ങളിൽ അനുഭവിക്കുന്ന ആളുകൾ, ഇത്തരം ദുരിതങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അസൂയയോടുള്ള ശത്രുവിൻ്റെ അസൂയയോടുള്ള പെരുമാറ്റം നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് ഉയർന്നുപോയി. പാവമായിരുന്നു, വളരെ മോശമായിരുന്നു. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹത്താൽ റാഹത്തായൊരു ഭവനമുണ്ടായി, റാഹത്തായൊരു വീടുണ്ടായി. അള്ളാഹു കോരി ചൊരിയാണ്. അതിൽ മറ്റുള്ളവർക്ക് അസൂയ, അവൻ്റെ അയൽവാസിക്ക് അസൂയ, അല്ലെങ്കിൽ അവൻ്റെ സഹോദരങ്ങൾക്ക് അസൂയ, അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാർക്ക് അസൂയ, അല്ല അവൻ്റെ കുടുംബത്തിന് അസൂയ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് അസൂയ. അസൂയയോടുള്ള പെരുമാറ്റത്തിൽ നിന്നും റബ്ബിൻ്റെ കാവല് നേടുന്ന ഒരു മഹത്തായ ഒരു സൂറത്താണ് ഈ സൂറത്ത്. നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന എണ്ണം ദിവസേന നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം, ഒരു കാവല് നിങ്ങളുടെ ബിസിനസ്സിലുണ്ടാകും, നിങ്ങളുടെ കച്ചവടത്തിലുണ്ടാകും, നിങ്ങളുടെ വീട്ടിലുണ്ടാകും, നിങ്ങളുടെ വാഹനങ്ങളിലുണ്ടാകും, നിങ്ങളുടെ ഏത് സംരംഭമായിക്കോട്ടെ അതിലൊക്കെ അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ ഒരു കാവലുണ്ടാകുന്ന ഒരു വിശുദ്ധമാക്കപ്പെട്ട ഒരു സൂറത്താണ്. 105-ാമതാണ് ആ സൂറത്ത്, സൂറത്തുൽ ഫീൽ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫീൽ നിങ്ങൾ പതിവാക്കുക. ഏതാണ് സൂറത്ത്? നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ പതിവാക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തര കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുക. എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. എത്രയാണ് നിങ്ങൾ ഓതേണ്ടത്? 120 വട്ടം, 120 വട്ടം, 21 ദിവസം നിങ്ങൾ പതിവാക്കുക. നിങ്ങൾ ഓതി നോക്ക്. നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു അകറ്റിത്തരും. എന്തു പ്രയാസങ്ങൾ? ശത്രുവിൻ്റെ നോട്ടത്തിൽ നിന്നും, അസൂയയോടുള്ള നോട്ടത്തിൽ നിന്നും. നിങ്ങളെ ബിസിനസ്സിന് കാവൽ വേണോ? ഈ സൂറത്ത് 120 പ്രാവശ്യം 21 ദിവസം നിങ്ങൾ പാരായണം ചെയ്യും. ഖുർആനിലെ 105 120 വട്ടം 21 ദിവസം നിങ്ങൾ പാരായണം ചെയ്ത് നോക്ക്. നിങ്ങളെ ബിസിനസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകും. അസൂയയോടുള്ള മറ്റുള്ളവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അല്ലാഹു ഒരു കാവല് നൽകും. നിങ്ങളെ വാഹനത്തിൽ അല്ലാഹു ഒരു കാവല് നൽകും. നിങ്ങളെ ഭവനത്തിൽ അല്ലാഹു ഒരു കാവല് നൽകും. നിങ്ങൾ എന്ത് സംരംഭമാണോ, എന്ത് ബിസിനസ്സാണോ, എന്ത് കച്ചവടമാണോ, എന്താണ് നിങ്ങൾ തുടങ്ങുന്നത്, അതിൽ അല്ലാഹുവിൻ്റെ ഒരു കാവല്, അല്ലാഹുവിൻ്റെ ഒരു നോട്ടം ബിസിനസ്സിലുണ്ടാകും. അല്ലാഹു മറ്റുള്ളവൻ്റെ അസൂയയോടുള്ള നോട്ടത്തിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം മജ്ലിസ്, ഇത്തരം അമലുകൾ ഞങ്ങൾ പതിവാക്കുന്ന ആളുകളാണ്. ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കാണുന്ന ആളുകളാണ്. അല്ലാഹുവേ, നീ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നീ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മറ്റുള്ളവൻ്റെ അസൂയയോടുള്ള നോട്ടത്തിൽ നിന്നും അല്ലാഹു ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ. നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. നീ ഖൈർ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. നീ ഖൈർ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, റഹ്മാൻ റഹീമായ അല്ലാഹ്, ഞങ്ങളെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ റിസ്ഖിൽ നീ ബർക്കത്ത് ഏറ്റി നൽകണേ അല്ലാഹ്. ഏറ്റി നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ കൺസൾട്ടിങ്ങിനായി വീട്ടിൽ വരുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ വരേണ്ട ദിവസം വരുന്ന ശനിയാഴ്ചയാണ്. നാളെയാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അതിന് വരാൻ കഴിയാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് നാളെ ഏകദേശം ടോക്കനൊക്കെ ഫുള്ളായിട്ടുണ്ട്.
ഏകദേശമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ചാൻസ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് വിളിച്ചറിയിക്കുക, വരുന്ന ആളുകൾ വിളിച്ചറിയിക്കുക, ബുക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ വരേണ്ട ദിവസം തിങ്കളാഴ്ചയാണ്. ആഴ്ചയിൽ 2 ദിവസമാണ്, ശനിയും തിങ്കളുമാണ്. ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്ത് വിളിച്ചറിയിച്ച് നിങ്ങൾ വരിക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. നമ്മളെല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് നൽകുമാറാകട്ടെ, അല്ലാഹു മാറ്റി നൽകുമാറാകട്ടെ. നമ്മുടെ സിഹർ പോലുള്ള കണ്ണീർ പോലുള്ള എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടും അല്ലാഹ് ഞങ്ങളെ കാക്കണേ, അല്ലാഹ് ഞങ്ങളെ കാക്കണേ, അല്ലാഹ് ഞങ്ങളെ കാക്കണേ, അല്ലാഹ്. അല്ലാഹുവേ നിൻ്റെ ഖൈറിൻ്റെ കവാടം ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ, അല്ലാഹ്. മറ്റുള്ളവൻ്റെ അസൂയയോടുള്ള പെരുമാറ്റത്തിൽ നിന്നും അല്ലാഹ് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ, അല്ലാഹ്. കാവൽ നൽകണേ തമ്പുരാനെ. മറ്റുള്ളവൻ്റെ സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ, അല്ലാഹ്. മക്രീങ്ങളെ മക്രിനെ തൊട്ട് കാക്കണേ, അല്ലാഹ്. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ, അല്ലാഹ്. ലോലിമീങ്ങൾ ലുൽമിനെ തൊട്ട് കാക്കണേ, അല്ലാഹ്. ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ, അല്ലാഹ്. അസൂയാലിക്കളുടെ അസൂയയെ തൊട്ട് കാക്കണേ, അല്ലാഹ്. കാക്കണേ, അല്ലാഹ്. ഞങ്ങളെ സംരക്ഷിക്കണേ, അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും നീ സംരക്ഷിക്കണേ, അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ നൽകല്ലോ, അല്ലാഹ്. ധാരാളം ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്ന് കൺസൾട്ടിങ്ങിന് വന്ന് ധാരാളം വിഷമങ്ങൾ പറയുന്ന ആളുകളുണ്ട്, ബുദ്ധിമുട്ടുകൾ പറയുന്ന ആളുകളുണ്ട്, പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട്, നീറുന്ന പ്രയാസങ്ങൾ. അല്ലാഹുവേ നീ അകറ്റി കൊടുക്കണേ, അല്ലാഹ്. എന്ത് മാരകമായ പ്രയാസങ്ങളായാലും മാരകമായ രോഗങ്ങളായാലും നീ ശിഫാ കൊടുക്കണേ, അല്ലാഹ്. നീ ശിഫാ കൊടുക്കണേ, അല്ലാഹ്. നീ ശിഫാ കൊടുക്കണേ, അല്ലാഹ്. നിന്റെ ഇസ്മ കൊണ്ട് അല്ലാഹുവേ ഈ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ, അല്ലാഹ്. മഹാന്മാരെ കാവൽ കൊണ്ട് നീ മാറ്റി കൊടുക്കണേ, അല്ലാഹ്. ഇവിടെ വരുന്ന ആളുകൾ, സങ്കടം പറയുന്ന ആളുകൾ, പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ, ദുരിതങ്ങൾ പറയുന്ന ആളുകൾ, അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ, അല്ലാഹ്. മഹാന്മാരെ നോട്ടമുള്ള മജ്ലിസാണ്. മഹാനായ ഷെയ്ഖ്, മഹാനായ ഖുതുബ് ജമലുൽ അലി പപ്പാന്റെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെയും സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ, അല്ലാഹ്. നീ മാറ്റി കൊടുക്കണേ, അല്ലാഹ്. നീ മാറ്റി കൊടുക്കണേ, അല്ലാഹ്. വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, ദുരിതങ്ങൾ പറയുന്ന ആളുകൾ, സങ്കടങ്ങൾ പറയുന്ന ആളുകൾ, ദുആ വസിയത്തുകൾ പറയുന്ന ആളുകൾ, അല്ലാഹുവേ നിനക്കറിയാമല്ലോ തമ്പുരാനെ. ഞാൻ എപ്പോഴും എല്ലാ മെസ്സേജുകളും, എല്ലാ കമൻറ്റ് ബോക്സിലെ എല്ലാ കമൻറ്റുകളും വായിക്കുന്ന ആളാണ്. അല്ലാഹുവേ അർഹമുർ റഹീമിനായ അല്ലാഹ് അവരുടെ എല്ലാ പ്രയാസങ്ങളും, അവരുടെ എല്ലാ ദുരിതങ്ങളും, അവരുടെ എല്ലാ വല്ലായ്മകളും പോരായ്മകളും നീ പരിഹരിക്കണേ, അല്ലാഹ്. നീ പരിഹരിക്കണേ, അല്ലാഹ്. നീ പരിഹരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഖൈറിൻ്റെ കവാടം നീ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ, അല്ലാഹ്. ഖൈറിൻ്റെ കവാടം തുറന്നിട്ട് കൊടുക്കണേ, അല്ലാഹ്. അർഹമുർ റഹീമിനായ അല്ലാഹ്. സങ്കടങ്ങൾ പറയുന്ന ആളുകൾ, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ, മകളുടെ കല്യാണക്കാര്യം ശരിയായിട്ടില്ല, തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറയുന്ന ആളുകൾ, അല്ലാഹുവേ ഖൈറായി ഒരു ഇണയെ നീ അടുപ്പിക്കണേ, അല്ലാഹ്. എന്നിട്ട് റാഹത്തായ കുടുംബ ജീവിതം നയിക്കാൻ അല്ലാഹ് അവർക്ക് നീ ഭാഗ്യം നൽകണേ, അല്ലാഹ്. ഭാഗ്യം നൽകണേ, അല്ലാഹ്. ഈ പടപ്പുകൾ അല്ലാഹുവേ നീ പരീക്ഷിക്കല്ലേ, അല്ലാഹ്. നീ പരീക്ഷിക്കല്ലേ, അല്ലാഹ്. നിന്റെ അടിയങ്ങൾക്ക് അല്ലാഹുവേ കൃപ നൽകണേ, അല്ലാഹ്. അടിയങ്ങൾക്ക് പൊറുക്കണേ, അല്ലാഹ്. അടിയങ്ങൾക്ക് മാപ്പ് നൽകണേ, അല്ലാഹ്. മാപ്പ് നൽകണേ, അല്ലാഹ്. തങ്ങളെ ഒരു വീടില്ല, കൂരയിലാണ്, കോട്ടേഴ്സിലാണ്, വാടക വീട്ടിലാണ്. വാടക കൊടുത്തു കുടുങ്ങി തങ്ങളെ മഴ പെയ്താൽ ചോർന്നലിക്കുന്ന കൂരയിലാണ് ഞാൻ എൻ്റെ മക്കളും. തങ്ങളെ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. ഒരു വീടിന് വേണ്ടി, ഒരു ഭവനത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ നീ കൊടുക്കണേ, അല്ലാഹ്. ഞങ്ങൾക്ക് സുഖകരമായ സൗഭാഗ്യങ്ങളുള്ള വീട്ടിൽ താമസിക്കുന്നു പാവങ്ങളായ അവർ. അല്ലാഹുവേ, അല്ലാഹുവേ പരീക്ഷിക്കല്ല അല്ലാഹ്, പരീക്ഷിക്കല്ല അല്ലാഹ്, പരീക്ഷിക്കല്ല അല്ലാഹ്. മജ്ലിസ് സ്ഥിരമായി കാണുന്നവരാണ് അല്ലാഹു. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ല അല്ലാഹ്, കൊടുക്കില്ല അല്ലാഹ്. അവരെ സംരക്ഷിക്കണേ അല്ലാഹ്, അവരെ സംരക്ഷിക്കണേ അല്ലാഹ്, അവരെ സംരക്ഷിക്കണേ അല്ലാഹ്. ഹൈറായ ഒരു ഭവനം കൊടുക്കണേ അല്ലാഹ്, ഹൈറായ ഭവനം കൊടുക്കണേ അല്ലാഹ്. കല്യാണക്കാരും ശരിയാകാത്തവർ ധാരാളം ആളുകൾ വിളിച്ചു പറയുന്ന ആളുകളാണ്. എൻ്റെ മകൻ്റെ പൊന്നാര മകൻ്റെ കല്യാണക്കാരും ശരിയാവാൻ തങ്ങളെ ദുആ ചെയ്യണേ. കണ്ണടയുന്നതിന് മുമ്പ് എൻ്റെ മകൻ്റെ കല്യാണം കണ്ട്
എനിക്കൊന്ന് കണ്ണടച്ചാൽ മതിയായിരുന്നു. സങ്കടം പറയുന്ന ഉമ്മമാർ ഇവിടെ വന്ന്, എൻ്റെ മുമ്പിൽ വന്ന് സങ്കടം പറയുന്ന ഉമ്മമാർ. അല്ലാഹുവേ, അല്ലാഹുവേ, ഖൈറായൊരു ഇണയെ അടുപ്പിക്കണേ അല്ലാഹ്, ഖൈറായൊരു ഇണയെ അടുപ്പിക്കണേ തമ്പുരാനെ. ധാരാളം രോഗികൾ അല്ലാഹുവേ, രോഗശമനം നീ കൊടുക്കണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലോ അല്ലാഹ്, പരീക്ഷിക്കല്ലോ അല്ലാഹ്, പരീക്ഷിക്കല്ലോ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഊരവേദനയാണ് തങ്ങളെ, മജ്ലിസിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, മാറാത്ത ഊരവേദന കൊടുത്തവരെ പ്രയാസപ്പെടുത്തില്ല അല്ലാഹ്. കാലുവേദനയാണ് തങ്ങളെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, പ്രയാസപ്പെടുത്തല്ലോ അല്ലാഹ്. ഇബാദത്തിന് പോലും തടസ്സമുള്ള രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീയാണ് ശാഫിഈ തമ്പുരാനെ, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ലിവർ സംബന്ധമായ രോഗികൾ, കിഡ്നി സംബന്ധമായ രോഗികൾ, ഡയാനീസ് രോഗികൾ, അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. മാറാത്ത തലവേദന നിന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലോ അല്ലാഹ്. മൈഗ്രീൻ പോലുള്ള തലവേദന നിന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലോ അല്ലാഹ്. അല്ലാഹുവേ, നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. യൂറിക് ആസിഡിന്റെ പ്രയാസം വന്ന് കടുപ്പുകളിൽ വേദന സഞ്ചാരമുള്ളവരുണ്ട് അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നീയാണ് ശാഫിഈ തമ്പുരാനെ, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അത്തരം രോഗങ്ങൾ, പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്. തൈറോയിഡിന്റെ പ്രയാസങ്ങളുള്ളവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. പറയാൻ പ്രയാസമുള്ള രോഗികൾ അല്ലാഹുവേ, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, രോഗം നിന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. മൂക്കിലൂടെ പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട്, മൂത്രത്തിന് പൈപ്പിട്ട് അല്ലാഹുവേ, ഞങ്ങളൊരു മൂലയിൽ കെടുത്തുന്ന അസുഖങ്ങളാക്കി ഞങ്ങളെ മാറ്റല്ലോ അല്ലാഹ്. അത്തരം അസുഖം നിന്ന് ഞങ്ങളൊരു മൂലയിൽ കെടുത്തല്ലോ അല്ലാഹ്, ഞങ്ങളെ കെടുത്തല്ലോ അല്ലാഹ്. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലോ അല്ലാഹ്, ഞങ്ങളെ കെടുത്തല്ലോ അല്ലാഹ്, ഞങ്ങളെ കെടുത്തല്ലോ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. റഹമുർ റഹീമീനായ അല്ലാഹ്, അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും, ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. റഹമുർ റഹീമീനായ അല്ലാഹ്, ഒരു പ്രവാസിക്കും ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലോ അല്ലാഹ്. ജോലിയിൽ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ അല്ലാഹ്. കഫീലിന്റെ പ്രയാസങ്ങൾ അല്ലാഹ് അവർക്ക് നീ കൊടുക്കല്ലോ അല്ലാഹ്. ഇഖാമ ശരിയായിട്ടില്ല, തനാസുൽ മാറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രവാസികൾ വിളിക്കാറുണ്ടല്ലോ. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ മാർഗം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്, അതിനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അല്ലാഹുവേ, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ആളുകൾ അവരെന്താണ് എഴുതിയത്, എഴുതി അറിയിച്ചത് അല്ലാഹ് നിനക്കറിയാമല്ലോ അല്ലാഹ്. അവരുടെ സകലമായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ഭർത്താവിന് റാഹത്തായ ജോലി ലഭിക്കാൻ ദുആ ചെയ്യണേ തങ്ങളെ എന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലാഹുവേ. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. മകൻക്ക് ഖൈറായ ജോലി ലഭിക്കാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്, ഖൈറായ ജോലി കൊടുക്കണേ തമ്പുരാനെ. മകൻ്റെ സ്വഭാവം റെഡിയാവാൻ തങ്ങളെ ദുആ ചെയ്യണേ, ഭർത്താവിൻ്റെ സ്വഭാവം റെഡിയാവാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, ഖൈറായ നിലയിൽ ജീവിക്കാൻ അല്ലാഹുവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. റഹമുർ റഹീമീനായ അല്ലാഹ്, ധാരാളം യുവാക്കൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. റഹമുർ റഹീമീനായ അല്ലാഹ്, ഒരു യുവാവിനും ഒരാൾക്കും ഈ മജ്ലിസ് കാണുന്ന ദുആയിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും ആക്സിഡന്റ് അപകട മരണങ്ങൾ
ഞങ്ങൾ കൊടുക്കല്ല അല്ലോ, കൊടുക്കല്ല അല്ലോ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോ അല്ലോ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോ അല്ലോ. മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലോ, ഈമാൻ കാമിലാക്കണേ അല്ലോ, ഈമാൻ കാമിലാക്കണേ അല്ലോ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, മജ്ലിസിനെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാഹുവേ. നീ ഖൈർ കൊടുക്കണേ അല്ലാ. എണ്ണി പറയുന്നില്ല, ധാരാളം ആളുകളുണ്ട് അല്ലാഹുവേ. നീ ഖൈർ കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ മജ്ലിസിനെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് അല്ലാഹു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആളുകൾ റഹീമീനായ അല്ലാ, നീ അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. എൻ്റെ ദ്വീപ് നിവാസികൾ അല്ലാഹുവേ ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും സലാമത്തും നീ കൊടുക്കണേ അല്ലാ. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ജോലിയിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരു ഭവനം അല്ലാഹു അവർക്ക് നീ ഖൈറായ നിലയിൽ ഉയർത്തിപ്പെടുത്തു പൊക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിൻ്റെ സമ്പത്ത് നീ ഏറ്റി കൊടുക്കണേ അല്ലാ, നീ ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഖൈറിൻ്റെ കവാടം നീ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് അല്ലാഹുവേ. നീ അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ആളുകളെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാ, നീ ഔദാര്യം കൊണ്ട് നൽകണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും. ഞങ്ങളിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അല്ലാഹുവേ. അവരുടെ ഖബറുടെ നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ തമ്പുരാനെ. ഞങ്ങളെ പൊന്നാര ഉപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാന്റെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം ഉപ്പാന്റെ ഖബറുടെ നീ വിശാല നൽകണേ അല്ലാ, നീ വിശാല നൽകണേ തമ്പുരാനെ. മറോടണച്ച് മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉമ്മാന്റെ ഖബറുടെ നീ റാഹത്തിലാക്കണേ തമ്പുരാനെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, നീ വിശാല നൽകണേ തമ്പുരാനെ. അല്ലാഹു മലാക്കന്മാരുടെ സഹായം ആ ഖബറിൽ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടുമല്ലോ അല്ലാഹുവേ. ഉമ്മറപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരകപ്പെടും. ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാ, മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. ഞങ്ങളെ ജനാസയും ചുമന്ന് വഴിയോരങ്ങളിലൂടെ ഞങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ. ഊരക്ക് കൊണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും അല്ലാ. ഞങ്ങളെ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ. മലാക്കന്മാരുടെ സഹായം നൽകണേ അല്ലാ, മലാക്കന്മാരുടെ സഹായം നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്ത അമാലുകളെ നീ ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, കൂട്ടാളിയാക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാ, നീ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാ. ഉപ്പൂപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഹുദവി നൽകണേ അല്ലാ, ഹുദവി നൽകണേ അല്ലാ, ഹുദവി നൽകണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന, സ്ഥിരമായി കാണുന്ന ആളുകളെ നീ സംരക്ഷിക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.